അപ്പോൾ നമ്മളിന്ന് നമ്മളെ പഞ്ചിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, അപ്പോൾ കുറച്ച് കാലമായി, ഇപ്പോൾ എന്തെങ്കിലും 2-3 മാസമായി ഇത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് എങ്ങനെ ഇത് ഒരു പഞ്ച് എങ്ങനെ നല്ല വണ്ടിയാണ്, റേറ്റ് എങ്ങനെയുണ്ട്, അങ്ങനെ പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട് കാണുന്നത് ഇത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. 10-20 കിലോമീറ്റർ മൈലേജ് കറക്റ്റ് കിട്ടുന്നത് പറഞ്ഞ തന്നെ കമ്പനി പറഞ്ഞ മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ ലോങ്ങെല്ലാം പോയി നല്ല ചില ആൾ പറഞ്ഞ് ഇഞ്ചും പവർ ലൈൻ ഇങ്ങനെ കയറ്റോളം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല പാല്, നല്ല പവറിൻ്റെ ഏത് കയറ്റോ എങ്ങനത്തെ റോഡ് നമുക്കിപ്പോൾ കർണാടകയിലും ഞാൻ പോകേണ്ട അടുത്ത് നല്ല അടിപൊളിയാണ്, പ്രശ്നമില്ല. നല്ല ഫേസും ഉണ്ട് നമുക്ക്. മറ്റേ നമ്മളിപ്പോൾ ആൾട്ടോയിൽ സ്വിഫ്റ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇത് ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇപ്പോൾ ഡോറുണ്ട്, അതിന് കറക്റ്റ് ഫുള്ളായിട്ട് തുറയും. അതുപോലെ ഇരിക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമുക്കിവിടെ ഒരു ഇടുങ്ങിയ പോലെ അങ്ങനത്തെ പ്രശ്നം നല്ലൊരു ഫേസിലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ഒരു നല്ല ഭംഗിയായിട്ട് തോന്നിയ ഇതാണ്. നല്ലൊരു ഫേസ് ഉണ്ട് ഇതിന്, നല്ലൊരു ഫേസ് ഉണ്ട്. പിന്നെ കണ്ടോ ഡോറ് കണ്ടോ ഇങ്ങനെ ഫുള്ള് ഓപ്പൺ ആയിട്ട് ഡോർ ഇങ്ങനെ ഫുള്ള് തുറയുന്നത്. അതുപോലെ പിന്നെ ബാക്കി സെറ്റപ്പുകൾ നമുക്ക് അറിയുന്നത് തന്നെ നല്ല അടിപൊളി സെറ്റപ്പാണ്, പ്രശ്നമൊന്നുമില്ല. ഓടിക്കാനാണെങ്കിൽ ഭയങ്കര സ്മൂത്താന്ന് വണ്ടി. ഇതാണ് കണ്ടോ, നമുക്ക് ഡിക്കി നല്ല ഫേസ് ഉണ്ട് ഡിക്കി. നമുക്കറിയാം ഒരു ഫാമിലി ട്രിപ്പെല്ലാം പോകുമ്പോൾ നല്ലൊരു ഫേസ് ഉണ്ട് ഡിക്കി. ഇത് ഒരു പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. ഡിക്കിയിൽ നല്ലൊരു ഫേസ്, അടിപൊളി ഫേസ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ലോങ് ഡ്രൈവ് നല്ലൊരു അടിപൊളി ഉണ്ട്. ഒരു ഡ്രൈവ് നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ബൊളോറോ ഞാൻ ഓട്ടിനി, അത് അതിനത്ര എത്തിയില്ല. പക്ഷേ അതെല്ലാം ഓട്ടി നമ്മൾ ഇതോട്ടുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ ആൾട്ടോവും പിന്നെ സ്വിഫ്റ്റെല്ലാം നമ്മൾ ഓടിക്കുമ്പോൾ അതിനങ്ങാട്ടി എത്രയോ ഒരു നല്ലൊരു ഇത് കിട്ടും. ഭയങ്കര സ്മൂത്ത്നെസ്സാണ് ഇതിൻ്റെ, ഭയങ്കര സ്മൂത്തായിട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് ഓടുമ്പോൾ. എത്ര ലോങ് ഓടിയാൽ നമുക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ, ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രയാസമൊന്നും ഈ വണ്ടി ഓടുമ്പോൾ നമുക്ക് ഉണ്ടാകാറില്ല. പിന്നെ ചില ആൾ പറയാറുണ്ട് വണ്ടിയിൽ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നു. ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനെ ഫാമിലിയൊക്കെ അതിൽ പോകുമ്പോൾ ഛർദ്ദിക്കുന്ന പ്രശ്നം എൻ്റെ ഇതിൽ പോയെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നേ ഇല്ല. കാരണം അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒന്നും വെക്കുന്നതും കൊണ്ടോ മനസ്സിലാകുന്നല്ല, ഒരു നല്ല രസമുണ്ട് പോകാൻ. ലോങ് ട്രിപ്പൊക്കെ പോകാൻ നല്ല ഇതുണ്ട്. പിന്നെ ഇതാണ് ഗിയർ സെറ്റിംഗ് ആയാലും മറ്റേ ഇതായാലും ഒക്കെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് വണ്ടിക്ക്. ഗിയർ മാറ്റുമ്പോൾ അതാക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല, നമ്മൾ പോകുന്നതോ ഗിയർ മാറ്റുന്നതോ ഒന്നും അറിയുന്നില്ല. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും. ലോങ് ട്രിപ്പ് ഏറ്റവും നല്ലത്. ലോങ് ട്രിപ്പൊക്കെ നല്ല രസമുണ്ട് പോകാൻ. ഒരു ഉറക്ക് വരലോ അങ്ങനത്തെ ഒരു ഇതോ ഒന്നുമില്ല, നല്ല അടിപൊളിയുണ്ട്. നമ്മൾ വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നത് നമുക്ക് ഈ പഞ്ചിൽ. അതുപോലെ പിന്നെ പ്രത്യേകിച്ച് പറയാണ്ടെങ്കിൽ നമുക്ക് കുറവായിട്ട് തോന്നി നമുക്കിപ്പോൾ ഈ ലൈറ്റാണ് ഇങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക് വന്ന പോലെ ആയിട്ട് തോന്നി. വേറൊന്നും അങ്ങനെ ഒരു കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു പാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലം വേണം. നമ്മൾ ആൾട്ടോ എടുത്ത് ശീലിച്ച ആളായതുകൊണ്ട് കുറച്ച് സ്ഥലം വേണമെന്ന് തോന്നലുണ്ട്. കുറച്ച് വലിയ വണ്ടിയിലായി നമുക്ക് ഓടിക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണ്. മറിച്ചാൽ വേറൊന്നും നമുക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. അടിപൊളി ഉണ്ട്. ബാക്കിയല്ല ഇവരുടെ സർവീസ് മോശം. ചില ആൾ പറഞ്ഞു ഒരു സർവീസ് കിട്ടില്ല, പിന്നെ അതിന് പാർട്സ് കിട്ടില്ല, അങ്ങനെ പറയണം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എത്രയോ വർഷമായി നമുക്കറിയാം, പഞ്ചിറങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഇതിന് പാർട്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടു. ഇപ്പോൾ ഞാനെടുത്തത് പിന്നെ ഇതിൻ്റെ അഡ്വഞ്ചർ റിതം എന്നൊരു പാക്കേജാണ് ഞാൻ എടുത്തത്. അതിന് ഏകദേശം ഉണ്ട്. പിന്നെ നമ്മൾ സ്ക്രീന് കുറച്ച് വലുത് നമ്മൾ മാറ്റി വെച്ചിന്. അത് മറ്റേ ചെറുതായത് കൊണ്ട് നമുക്കിപ്പോൾ റിവേഴ്സ് ക്യാമറ വെക്കേണ്ട ആവശ്യം വന്നാൽ മറിച്ചാൽ മാറ്റേണ്ട ആവശ്യമില്ല സാധാരണ ഒരാൾക്ക്. പക്ഷേ മോശമില്ല, മാറ്റുന്നെങ്കിൽ മാറ്റാം. നല്ല അടിപൊളിയുണ്ട്. പിന്നെ ബാക്കി സെറ്റപ്പ് ഇപ്പോൾ സീറ്റ് കവർ ഞാൻ ഇട്ട തന്നെ മാറ്റ സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയാണ്. സീറ്റ് കവർ ആരും വണ്ടി എടുത്താൽ സീറ്റ് കവർ ഇട്ടണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് കൊടുക്കുന്ന അങ്ങനെ ആ സീറ്റ് കവർ വലിച്ച് ചാടി വണ്ടികളുടെ പുതിയ വണ്ടി പോലെ ഉണ്ടാവുള്ളൂ കാണുമ്പോൾ. അല്ല കൊടുക്കണം എന്നല്ല, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമുക്ക് പഞ്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സെറ്റ്.